ഹായ് ഗൈസ്. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി വീഡിയോ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓൾഡ് സ്കൂൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു സാധനം ചെയ്തിട്ടില്ല അല്ലേ? അൺബോക്സിംഗ് ഇതില് 30 കിലോ അൺബോക്സിംഗ് ആണ്. 30 കിലോ വെറുതെ അല്ല, നിങ്ങൾ കണ്ടുള്ളത് പലതും ദുബായ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഗൾഫ് പെട്ടിയിലായിരിക്കും നിങ്ങൾ പൊട്ടിച്ചിട്ടുള്ള. 25 കിലോയും പെട്ടിയാണ്. പക്ഷെ 5 കിലോ സാധനം, അത് വെറും സാധനമല്ല, യൂറോപ്പിലെ യൂറോപ്പിലെ ചവറൊന്നും അല്ല. അവൻ നമുക്ക് വേണ്ടി എന്തോ യൂറോപ്പില് റിസർച്ച് ചെയ്ത് ഏറ്റവും അവിടുത്തെ തന്നെ ഒതന്റിക് ആയിട്ടുള്ള സാധനങ്ങൾ കണ്ടുപിടിച്ച് എന്ന് വെച്ചാൽ അവിടെ യൂറോപ്പിലാവുമ്പോൾ 1.5 വർഷം നിന്നെങ്കിലും നമുക്ക് ഓൾഡ് സ്കൂളിന്റെ അടുത്ത ഒരു കരുതലുണ്ട്. ഡേ 1 തൊട്ട് ആവുമ്പോൾ ഓരോ സാധനങ്ങൾ ടൈഗർ ബാം, കോടാലി തൈലം, അവിടുത്തെ കരിയല്ല. ഇത് ഞാൻ ഗാൽബിയയിൽ പോയപ്പോ ആദ്യം ഉപയോഗിച്ച ബ്രഷ് അങ്ങനെയല്ലാണ്. ഇത് കാണിച്ചു കൊടുക്കുക. അപ്പൊ ശരി, ഇത് ഈ പെട്ടി നിങ്ങൾക്ക് സുപരിചിതമാണ്. ഇവിടെ ഇവര് പാക്ക് ചെയ്ത് പെട്ടിയിൽ തന്നെ അവൻ സാധനങ്ങൾ പെട്ടി തന്നെയാണ് അവർ അൺപാക്കിംഗ് ചെയ്യാൻ പോകുന്നത്. കൂടുതൽ ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് തുറന്ന് കാണിച്ചു കൊടുത്താലും. അതിനു മുമ്പ് തന്നെ എനിക്ക് ഇതിന്റെ അകത്തൊരു സാധനം ഉണ്ട്, അത് കുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞാൻ അത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് വരാം. അതായത് വിഘ്നേഷ് ഉദ്ദേശിച്ചത് ഇതിന്റെ അകത്ത് ഒരു സാധനമുണ്ട്. ആ സാധനം നമുക്ക് പെട്ടെന്ന് എടുത്ത് തരാൻ പറ്റൂല. അവന് ഈ ഒരു സാധനം എടുത്ത് അടുപ്പിൽ വെച്ച് 1 മണിക്കൂർ തിളപ്പിക്കണം. 1 മണിക്കൂറല്ലേ, എത്ര നേരം വയ്ക്കും അത്രത്തോളം 3 മണിക്കൂർ തിളപ്പിക്കണം. അതിനനുസരിച്ച് നമ്മൾ ഇത് തീരുമ്പോൾ അവ ആ സാധനം കൊണ്ടുവരും. അപ്പൊ അതിനു മുമ്പ് വിഘ്നേഷ് ആ തിളപ്പിച്ചു. അപ്പൊ ഇത് നിങ്ങൾ പെട്ടി കണ്ട നിങ്ങൾ നല്ലൊരു മനസ്സിലായല്ലോ എല്ലാം. ഇതൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. അപ്പം നിങ്ങൾ ഇത് കാണാൻ പാടില്ല. അപ്പൊ നിങ്ങളെല്ലാവരും പോകാം, ഞാൻ എല്ലാവർക്കും കൂടെ. അതെ, അപ്പൊ അവരെല്ലാവരും പോയി കഴിഞ്ഞ് അപ്പൊ നമുക്ക് ഈ സാധനം, ഇതിൻ്റെ അകത്തുള്ള സാധനം തിളപ്പിക്കാൻ വേണ്ടിയുള്ളത് എടുത്ത് മാറ്റാം. എന്നിട്ട് അത് തിളപ്പിക്കാൻ വെക്കാം. ഇതെന്തുവാണ് സാധനം? എന്താണ് സാധനം എന്ന് പിന്നെ പറയാം. അതിന്റെ കവർ വരുമ്പോൾ പറയാം. ഓക്കെ കട്ട് ഗൈസ്. അപ്പോൾ ഇതാണ് മുൾഡ് വൈനിന് ഇടാനുള്ള സ്പൈസസ് ആണ്. വൈൻ ഓൾറെഡി കൊണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഈ റെസിപ്പിയും കൂടെ ചേർത്തിട്ട് തിളപ്പിക്കായിരുന്നു കുറച്ച് നേരം. ഓക്കെ, അപ്പം നമ്മൾ അടുക്കളയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മുൾഡ് വൈൻ ഉണ്ടാക്കാനായിട്ട് ഇൻസ്റ്റൻറ്റ് റെസിപ്പി ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം വെള്ളം എടുത്തു, ഒരു 2 ഗ്ലാസ് വെള്ളം എടുത്തു. അത് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, പക്ഷേ എൻ്റെ ഇന്ന് മധുരം കൂടുതലായതുകൊണ്ട് കുറച്ച് ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ആദ്യം പൊട്ടിച്ച് ആ വെള്ളത്തിലോട്ട് ഇടുക. അത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പഞ്ചസാരയും അതർ സ്പൈസസും ആണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതിൻ്റെയൊക്കെ വീട്ടിലുണ്ടാക്കിയ നല്ല ഒന്നാന്തരം വൈന് അത് നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. തീ കുറച്ച് വയ്ക്കുകയാണ്. നമുക്ക് തിള വേണ്ട. അപ്പോൾ വൈൻ ഇതിലിട്ട് തിളപ്പിക്കുമല്ലേ? തിളപ്പിക്കൂല, പിന്നെ ചെറിയ ചൂടിൽ ഇങ്ങനെ കിടന്ന് അതിൻ്റെ അകത്ത് കിടന്ന് ഇങ്ങനെ ഉണ്ടാവും, പിടിക്കും. ആ സ്പൈസസ് അതിലോട്ട് ഇറങ്ങും. എന്നിട്ട് ഇത് കുടിക്കുമോ? അതെ, ചൂടോടെ കുടിക്കുമോ? ചൂടോടെ കുടിക്കും. അത്ര ചൂടിലല്ലേ, ഇങ്ങനെ ഒരു 60 ഡിഗ്രി ആ ഒരു ചൂടിൽ പയ്യെ ഊതി കുടിക്കും. ഓക്കെ, അപ്പൊ ഇതിവിടെ കിടന്ന് ചൂടാവട്ടെ. ആ സമയത്ത് നമുക്ക് ബാക്കി അൺബോക്സ് ചെയ്യാം അല്ലേ? കുറച്ചും കൂടെ ഇടാം, എന്തായാലും കൂടുതൽ കുടിക്കുക. ഓക്കെ, അപ്പൊ ഇതാവുന്ന സമയത്ത് നമുക്ക് ബാക്കി അൺബോക്സ് ചെയ്യാം. ഓക്കെ, അവിടെ അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എക്സൈറ്റഡ് ആണോ? എന്തിനാണ് അവൻ അവിടെ കുറുക്കുന്നതെന്ന് നമുക്ക് അറിയണം. പിന്നെ പെട്ടിക്കകത്ത് എന്താണ് അവൻ ഹാൻഡ് പിക്ക് ചെയ്തതെന്നുള്ളത് സമ്പാദ്യമാണ്. അതെ, അപ്പൊ നമുക്ക് എടുക്കാം, സാധനം എടുക്കാം. ഓക്കെ, എടുത്തിട്ട് വരൂ. അപ്പൊ ഗൈസ്, വിഘ്നേഷിന്റെ പെട്ടിക്കകത്ത് എന്താണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് നമുക്കറിയാം. എല്ലാരും നല്ല എക്സൈറ്റഡ് ആണ്. ഭയങ്കര ഹൈപ്പാണ്. ഇനി നമുക്ക് മെയിൻ സാധനം ദാ സിബ് തുറക്കുന്നു. അച്ചാറ് ഓരോ സാധനങ്ങളായിട്ട് പറഞ്ഞു തരുമെന്നാണ് പറയുന്നത്. അങ്ങനെ മതി. ഒരിടത്തോട്ട് കിടക്കുമല്ലോ. അയ്യോ, എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടെ. നമുക്ക് തുറക്കാം. നമുക്കിത് കണ്ടെങ്കിലും മനസ്സിലാകുന്നില്ല, നീ എക്സ്പ്ലെയിൻ ചെയ്തു. ഇതില് 2 സാധനങ്ങൾ നമുക്ക് പിന്നീട് അൺബോക്സ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. വിനുവിനാണ് ഏൽപ്പിച്ചത്, കൂട്ടത്തിലെ കൊമ്പൻ. ഒലിവ് ഓയിലും സൺഫ്ലവർ ഓയിലും. ഇത് രണ്ടും മസാലയും ഒരു സ്പൈസും ആണ്. ഇത് നമുക്ക് പിന്നീട് ഒരു വ്ളോഗിന്, കുക്കിംഗ് വ്ളോഗിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇതാണ് അവിടുത്തെ സ്പെഷ്യൽ മസാല. ഓ, ഇത് ഹൈപ്പ് കയറ്റിയാണ് ഇവൻ പറഞ്ഞ കുക്കിങ്ങിനെ. ഹൈപ്പ് കയറ്റി ഇവിടെ ഒരു സാധനം ഉണ്ട്. ഓക്കെ, ഒരു സാധനം ഉണ്ട്.
അവന് ഓർമ്മ ഉണ്ട് കേട്ടോ. ബോർഷ് എന്ന് പറയുന്ന സാധനം. ബോർഷ് ഒരു സൂപ്പാണ്, ഉക്രൈനിയൻ സൂപ്പാണ്. അതിന്റെ ഇത് ബീട്രൂട്ട് സൂപ്പാണ്. യുക്രൈനിൽ ആര് കുടിക്കുന്നത്? ഉക്രൈനിലെ സാധാരണ ജനങ്ങൾ മാഗിയുടെ കമ്പനിയാണ് കാര്യം. അതുപോലത്തെ ഒരു അവർ ഇതിനകത്ത് ഇറച്ചിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ഉല്ലാസമുള്ള നമ്മൾ ഇറച്ചിയിടാത്ത വർഷനാണ് ഇത് ഉള്ളത്. ഉല്ലാസിന് വേണ്ടിയുള്ള കരുതൽ. വേറൊരു സുദിനത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് മാറ്റിയതൊക്കെ ഇങ്ങോട്ട് ഇടാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോണത് ബൊണിക്കി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ വേഫർ ചോക്ലേറ്റ് ആണ്. ഇതാണ് ചോക്ലേറ്റ്. അതിന്റെ 4 ഫ്ലേവറുകളാണ് ഉള്ളത്. ഓറഞ്ച്, ഇത് കാരമൽ. ഇത് കാരമൽ എനിക്ക് ഇഷ്ടമല്ല. ഓരോന്നായിട്ട് പൊട്ടിച്ച് തേങ്ങ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ചോക്ലേറ്റ്. ഓരോന്നായിട്ട് പൊട്ടിച്ച് നമ്മളിത് പൊട്ടിക്കട്ടാ. ഓരോന്നായിട്ട് പൊട്ടിക്കും. ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്യും. ഞാൻ ഫസ്റ്റ് ഇതാ തേങ്ങ പൊട്ടി. ആൽമണ്ട് അല്ല, ഹേസൽനട്ട്. ഇത് 2027 വരെ ഉണ്ടടാ. ഇതിനാണ് നീ ധൃതി പിടിച്ചത്. പക്ഷെ അരിഞ്ഞു പോകണം ഇവിടുത്തെ ചൂടില്. ഗൈസ് തേങ്ങ പൊട്ടിച്ചിട്ടുണ്ട്. നല്ല തണുപ്പാണ് എന്റെ വീട്ടിൽ അത്ര ഇവിടുത്തെ ഫ്രിഡ്ജിൽ നല്ല തണുപ്പാണ്. ഇതാണ് ആ ഒരു വേഫർ. അരുണിന്റെ കൈ അരുണും നിനക്കത് ബൗണ്ടി അല്ല. ഇതാണ് രണ്ടാമത്തെ ഫ്ലേവർ. അത് ഹേസൽനട്ടിന്റെ ആണ്. ഹേസൽനട്ട് നമ്മളങ്ങനെ ന്യൂട്രലിൽ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പക്ഷെ എനിക്ക് തേങ്ങ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഹേസൽനട്ട് ഞാൻ ഹേസൽനട്ട് പോകാം. അതിനിടയ്ക്ക് അവൻ വേറെന്തോ ഇതൊക്കെ മേലെ വരുന്ന എന്തോ സാധനം എന്തോ വെച്ചിരുന്നു. അത് എവിടെയോ എവിടെയോ പോയി. കാരണം ഞാൻ ഇത് പെട്ടി പാക്ക് ചെയ്തിരുന്നപ്പോഴത്തേക്കും മോൻ ഇടയ്ക്ക് കയറി വന്നായിരുന്നു. അവൻ അതിന്റെ അകത്ത് ഒരു കൈയിട്ടോന്നൊരു സംശയം. അത് കുഴപ്പമില്ല, നമുക്ക് ഷെയർ ചെയ്യാം. കൊച്ചല്ലേ, ഇന്ന് പോയി പിടിച്ചു വാങ്ങാം. ഇത് അവിടുത്തെ ഏറ്റവും അവിടുത്തെ ഒരു ബ്രാൻഡാണ്. പേര് പ്രിൻസ് പോളോ എന്ന് പറയും. ഇതിന്റെ വലിയ ബാറാണോട് കിട്ടുന്നത്. അതിന്റെ കുഞ്ഞു സാധനമാണ് കുറെ അപ്പൊ പ്രിൻസ് പോളോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഇതാണ് പ്രിൻസ് പോളോ. അവിടുത്തെ ഫേമസ് എന്താണ്? മുട്ടായാണോ? അവിടെ ചോക്ലേറ്റ് ഇങ്ങനത്തെ രീതിയിലാണ്. വേഫറിലാണ് വലിയ ബാറുകളെല്ലാം മിക്കതും വരുന്നത്. ഇതാണ് പ്രിൻസ് പോളോ. ഒരു ചോക്ലേറ്റ് മഞ്ഞിന്റെ ഒരു മഞ്ജു അല്ലേ തോന്നണ്ട? മഞ്ചല്ല, കുറച്ചും കൂടി ഫ്ലേവർ ഉണ്ട്. കൊള്ളാം, സാധനം ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ക്വാളിറ്റി ഉണ്ട്. അടുത്ത മുട്ടായി എന്ന് പറയുന്നത് മാഗ്നറ്റിക് എന്ന് പറയുന്ന കമ്പനിയുടെ അവരുടെ ഒരു പഴമുണ്ട്. ഇത് അവിടുത്തെ മിക്ക ചോക്ലേറ്റിന്റെ അകത്തും അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, കേക്ക് ഇതിനകത്തൊക്കെ പറഞ്ഞൊരു പഴമുണ്ട്. ആ പഴം നിനക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ പഴം കൊണ്ടുവന്നിട്ടുണ്ട്. ഫേമസ് പഴമായിട്ട് നിനക്ക് ഒരു പഴം പോലെ ഉണ്ട് ഗൈസ്. പക്ഷെ നീല ഇതിന്റെ കളറായിരിക്കും. ഇതുപോലെ ഇരിക്കും. എന്താ പറയുക, എന്താണ് ടേസ്റ്റ്? രാവിലെ പഴമില്ല, ഞാൻ കഴിച്ചിട്ടില്ല. ഓ, നീ കഴിച്ചിട്ടില്ല? ഫേമസ് പഴം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേറെ എന്താ സാധനം കേക്ക് കണ്ടാണ് കഴിച്ചത് കൊണ്ട്. ഓ, ഇത് എന്താ ഒരു പഴത്തിന്റെ ഷേപ്പ് തന്നെയാണ്. നോക്കിയാണ്. അടുത്തത് നമുക്ക് പറഞ്ഞ ട്രഫിൾ ചോക്ലേറ്റ് ആണ്. ഈ ട്രഫിൾ എന്തോ ഭയങ്കര ഫേമസ് ഫേമസും വില കൂടിയ ഒരു സാധനമാണ്. ഫ്ലേവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തത് ചോക്ലേറ്റിലേക്കാണെന്ന് തോന്നുന്നു. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ട്രഫിൾ മാറിയോ? ഒരു റമ്മിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഇല്ലേ? റമ്മിന്റെ മറ്റേ ഒരു എനിക്ക് ടേസ്റ്റ് കിട്ടുന്നേ ഇല്ല. അവനറിയൂടല്ലോ പാവം. ശരിക്കും ഒരു ലിക്വറിന്റെ ഒരു ഇത് ഈ ലിക്കർ ചോക്ലേറ്റ് ഉണ്ട്. അതിന് ഏതാണ്ട് ഇതേ ടേസ്റ്റാ. ഗൈസ് ഇവിടുത്തെ ചൂട് അടിച്ചിട്ട് അത് ഫെർമെന്റ് ആയെന്നാണ് തോന്നുന്നത്. കുറച്ചും കൂടി തരും. കുഴപ്പമില്ല, തിന്നോ. എരിവാ. അടുത്തത് ഒന്നുകൂടെ കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ അടുത്തതെന്ന് പറയണത് എന്റെ ഊഹ ശരിയാണെങ്കിൽ ഇത് ഉക്രൈനിയൻ ചോക്ലേറ്റ് ആണ്. റോഷൻ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. റോഷൻ എന്ന് പറഞ്ഞ ഫേമസ് കമ്പനിയാണ്. അഖിലേഷാണ് സപ്പോർട്ട് ഫോർ ഉക്രൈൻ വരച്ചത്. എനിക്ക് ഇപ്പോഴും അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരിയാണ് എനിക്കിത് സജസ്റ്റ് ചെയ്ത് തന്നത്. ഇല്ലടാ, നിങ്ങൾ കഴിക്കുക. ഞാൻ ഡയറ്റാടാ, നിങ്ങൾ നിങ്ങൾ കഴിച്ചിട്ടാണ് എനിക്ക് വീട്ടിൽ കൊടുക്കുന്നത്. എല്ലാം ഓക്കെയാണ് ഉറപ്പിച്ചാണ് കൊച്ചിനെ കൊടുക്കുന്നത്. ഇത് നമ്മളെ പേട പോലെയൊക്കെ ഇരിക്കും. ആ ടെക്സ്ചർ ആയിരുന്നു ഞാൻ ലാറ്റിൽ നിന്ന് വാങ്ങിച്ചപ്പോഴത്തേക്കും. ഇപ്പൊ ഇത് പോളണ്ടില്ലേ? ഓ, ഇതൊരു ടോഫി. കഴിച്ചു ഒരു ടോഫി. ഒന്നും കഴിക്കുന്നില്ലടാ, എനിക്കൊരു പേടി. ഞാൻ അങ്ങനെ ചെയ്യൂ. ഈ ചോക്ലേറ്റ് കമ്പനി അല്ലല്ല, മധുരം കഴിച്ച് ചടച്ചിക്ക് ഉല്ലാസത്തില് കണ്ണൊക്കെ അടഞ്ഞിറങ്ങി പോണ്. അപ്പൊ നമുക്ക് അടുത്തത് സ്പൈസി സോർബ് കാൻഡി. എനിക്കറിയാം. നമ്മുടെ നാട്ടിൽ പുളിമിഠായി കണക്ക് അവരുടെ നാട്ടിലുള്ള പുളിമിഠായിയാണ്. ഇത് ചിലപ്പോ കഴിച്ചാണ് നിങ്ങൾ. ഇവിടെ ഉണ്ട്, ഇവിടെയും കിട്ടും. ഇവിടെയും കിട്ടും. ഈ സാധനം ഇവിടെ ഉണ്ട്.
ജെല്ലി പോലെ ഇവിടെ കിട്ടുമെന്തോ. കിട്ടും ലുലുവിലൊക്കെ കിട്ടാറുണ്ട്. എടുത്തതാണോ ഈ ഒന്നോ? ടൈം ബോംബ് ആ ടൈം ബോംബിന്റെ ഒരു മണം അടിക്കുന്നുണ്ട്. ഓ ഇത് പുളിപ്പ് ഭയങ്കര. ഒത്തിരി നേരം മധുരം ആസ്വദിച്ചു. ഇതിന് മധുരമല്ലേ ഒട്ടിച്ച് വെച്ചേക്കണം? പഞ്ചസാര ഉപ്പുണ്ട്. അടുത്ത നമുക്കൊരു വേറൊരു സാധനത്തിലേക്ക് പോവാം. നമ്മുടെ തൈലം വേണം. നമ്മുടെ തൈലം, എണ്ണ, വെളിച്ചെണ്ണ. ഇത് വെളിച്ചെണ്ണ. ഇത് അവിടുത്തെ ഒരു ഫേമസ് സാധനമാണ്. അവിടുത്തെ എല്ലാവർക്കും അറിയായിരിക്കും. സുബ്രോക്ക എന്ന് പറയും, നമ്മൾ സുബേർക്ക എന്ന് പറയും. കഥ എന്തരാണ് ഇതിന്റെ? ഇത് അവിടുത്തെ ജവാനാണ്. അവിടുത്തെ ജവാനാണ്. അത്രയും ഫേമസ് ആണ്. അത്ര ഫേമസ് ആണ്. എല്ലാരും കഴിക്കുന്ന ഒരു സാധനം ഇതാണ്. സാധാരണക്കാരന്റെ അല്ലെങ്കിൽ നമ്മുടെ നമുക്കിവിടെ അടുത്തതിന്റെ കഥ തിരിച്ചേൽപ്പിക്കുന്നു. പക്ഷെ ഇത് കണ്ടപ്പോ ഒരു കഥ ഞാൻ അവിടുത്തെ ഒരാളുടെ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇത് ഇച്ചിരി പഴക്കം ചെന്ന സാധനമാണ്, അവിടെ കിട്ടണതാണെന്ന്. ഇത് അവര് തേൻ ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ്. ഈ തേൻ കൃഷി നടക്കുന്നത് തേന് വെള്ളവും അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ ഇത് എങ്ങനെ ഉണ്ടാക്കും? ഇച്ചിരി പഴക്കമുള്ള സാധനമാണ് ഈ സാധനം. എന്നുവെച്ചാൽ ഒരുപാട് കാലമായിട്ട് അവര് ഈ ബീ ഫാമിംഗ് ചെയ്യുന്നവരുണ്ടാക്കുന്ന അങ്ങനത്തെ ഒരു വഴക്കമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനത്തെ കഥയുണ്ട്. ഈ വൈനൊക്കെ ഇട്ട് വെക്കും പോലെ വീര്യം കൂട്ടുന്ന സാധനം. അതുകൊണ്ട് ഞാൻ ഇതിനെ കുറിച്ച് അധികം പറയുന്നില്ല. നമ്മൾ ഇത് സൂക്ഷിച്ചു വെക്കൂടെ, നമ്മളുടെ ഇവിടുത്തെ സുവീനിയർ പൊട്ടിക്കാതെ എവിടെയെങ്കിലും പൊട്ടിക്കാതെ സൂക്ഷിച്ചു തുടങ്ങി ഇനി മധുരത്തിന്റെ ഇതിലോട്ട് കുറച്ചുകൂടെ പോയിട്ട് അടുത്തത് മധുരമൊന്നും വേണ്ട. അങ്ങ് അടുത്തത് ഏരിയ എടു. ഈ അച്ചാർ പൊട്ടി തൈ തീർന്നിട്ടില്ല. രണ്ടച്ചാറുണ്ട്. നമുക്ക് ഒരു പ്ലേറ്റും ഒരു സ്പൂണും എടുക്കാവോ? പ്ലേറ്റും സ്പൂണും റെഡി ആയിട്ടുണ്ട്. നമുക്ക് അച്ചാറിലോട്ട് പോവാം. നമുക്ക് 2 പിക്കിളാണ് കൊണ്ടുവന്നത്. പിക്കിൾ എന്ന് പറയാൻ പറ്റുമോ? ഇത് പിക്കിള് പോലെയാണ്, പക്ഷെ ഇതിന്റെ അകത്ത് ഓയിലാണ് അവർ നിർത്തിയിരിക്കുന്നത്. നല്ല ഫ്രഷ് ഓയിൽ. ഇത് സൺഡ്രൈഡ് ടൊമാറ്റോ ആണ്. തക്കാളി, സൺഡ്രൈഡ് തക്കാളി, അതില് പംകിൻ സീഡ്സ് ഇട്ടാണ് ഈ സാധനം. ഓക്കെ, അച്ചാറല്ലേ ഇത്? അവിടെ പിക്കിൾ എന്ന് പറഞ്ഞ മറ്റേ എല്ലാം ഉപ്പിലിട്ടതാണ്. അത് ഉപ്പിലിട്ട വർഷം കുറെ സാധനം. ഇത് എണ്ണയിലിട്ടത്. ഇത് കുറച്ച് എരിവുണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. ഇത് മുക്കി അടിക്കാൻ ബ്രെഡ് അത് മുഴുവനായിട്ടുണ്ടോ അച്ചാർ? പകുതി തക്കാളിയാണ്. അച്ചാർ തന്നെ. ഞാൻ എനിക്കത് ഒരു തക്കാളി ഓൾമോസ്റ്റ് ഹാഫ് അല്ലേടാ, അത് ഹാഫാക്കി മുറിച്ച് നല്ല ഓയിലുണ്ട്. അത് കുഴപ്പമില്ല, ഫ്രഷ് അല്ലേ, കുക്ക് ഓയിലല്ല, നല്ല. ഓ ഇതിന്റെ എക്സ്പ്രഷൻ കണ്ട കൊള്ളാമോ? അപ്പൊ പിസയിൽ തന്നെ ടൊമാറ്റോ ഡ്രൈ ആയിട്ട് വരുമ്പോ കഴിക്കൂല അതേ ടേസ്റ്റ്. പക്ഷെ ഇതിന്റെ അതിന് കുറച്ചും കൂടി അടിയിലാണ്. നോക്കിയേ, ഹെർബ്സും സാധനങ്ങളെല്ലാം അടിയിലായി. എടാ നീ ഇങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടോ? തക്കാളി അത്രയൊന്നുമില്ല. എനിക്കത് തക്കാളിയുടെ ഭയങ്കര ഒരു ഇതില്ല. ഇല്ല, ഒന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. പുളിയും ഇല്ല. ഇനി നമുക്ക് ഒരെണ്ണം എടുത്തോ. ഓയിൽ ഷ്രെഡഡ് ഓയിലാണ്. മറ്റേത് ഫുൾ ആയിരുന്നു, ഷ്രെഡഡാ. എല്ലാവർക്കും എടുക്കാം. കണ്ടോ? എടുത്തിട്ട് ഇതിന് കുറച്ചുകൂടി പുളിപ്പുണ്ട്. ഇത് കുറച്ചുകൂടെ ബെറ്ററാ. നല്ല പിക്കിളാ. അപ്പം എല്ലാവരുടെയും ചടപ്പൊക്കെ മാറിയ സ്ഥിതിക്ക് നമുക്ക് വീണ്ടും വേറൊരു മുട്ടായിലേക്ക് പോവാം. ഇത് ലിയോൺ എന്ന് പറയും. ഇത് ഫേമസ് ആണ്, എനിക്ക് തോന്നുന്നു എല്ലായിടത്തും കിട്ടുന്നു. ലിയോൺ ബാർ രണ്ട് ഫ്ലേവർ ആണ്. എനിക്ക് തോന്നുന്നു ഇത് ചോക്ലേറ്റ്. രണ്ടും ഒറ്റ ടൈം ഒടിച്ചു നോക്കിയേ. അകത്ത് എന്താ കളറ്? കാരമൽ. അതോ കാണിച്ചു കൊടുക്ക്, അവർക്ക് കാണിച്ചു കൊടുക്ക്. ഇതിനകത്ത് ഒരു ഹണി ബോൾ. ഇത് കാരമലായിരിക്കും. ഇത് കാരമല്ല, അത് എന്തോ ഡാർക്ക് ചോക്ലേറ്റ്. മിക്കവാറും നിങ്ങൾക്ക് പൊരിയുടെ ടേസ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ പണ്ടപ്പോഴും കഴിച്ചു പൊരി കിട്ടിയിട്ടുണ്ട്. വേഫർ, ഇത് വേഫർ തന്നെയാണ്. ക്രിസ്പി സാധനം. അടുത്തത് ഫേമസ് ആയിട്ടൊരു സാധനമാണ്, പല പേരിൽ അറിയപ്പെടും. പ്രശാന്ത് എന്നൊക്കെ അറിയപ്പെടുന്ന സാധനം ക്രൊസെന്റ്. പിന്നെ ക്രൊസെന്റ് തന്നെ 2 ടൈപ്പ് ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. ഒന്ന് നമ്മളെ പപ്സിന്റെ കോട്ടിങ് കണക്ക് പറഞ്ഞതും, ഇന്ന് ഇതാണ് ബ്രെഡ് കണക്ക് പറഞ്ഞത്. അപ്പൊ ചോക്ലേറ്റ് കിട്ടൂല. നിയമം പാലിക്കൂ. അവൻ അത് കൊടുത്താൽ വേണോ? ഇല്ല, ഞാൻ കഴിക്കാൻ മാവുണ്ട്.
ഓക്കെ ഇതും അവിടുത്തെ ഒരു ഫേമസ് മുട്ടായിയാണ്. പീനട്ടാണ്. പാവലേക്ക് എന്ന് പറയുന്നത്. ഞാൻ ഈ കൂട്ടത്തിൽ ഏറ്റവും മധുരമുള്ള മുട്ടായി ഞാൻ അവർക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല. അത് ലാസ്റ്റ് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അത് കഴിച്ചാൽ മതി ചരി അങ്ങോട്ട്. ഓക്കെ ഓക്കെ അല്ലേ. അടുത്തത് ദുബായ് ചോക്ലേറ്റ് ആണ്. ദുബായ് അതറിഞ്ഞൂടാ. അത് ഞാൻ തോന്നുന്നുണ്ട്. അതാണ്ട് അകത്ത് പിസ്റ്റ ആണെന്ന് തോന്നുന്നു. കഴിച്ചു വീട്ടിലുണ്ട്. പിസ്ത പൊടിച്ചതാണെന്ന് തോന്നുന്നു. നീ എന്തേന്നെടുത്തോ? അകത്ത് പിസ്ത അല്ലേ? പിസ്ത പൊടിച്ചിട്ട് മേളില് ചോക്ലേറ്റ് കോട്ട്. ഇനി അവൻ നമുക്ക് വേണ്ടി അടുത്തത് കപ്പലിന്റെ മുട്ടായാണെന്ന്. ഇത് ഞാൻ സ്ഥിരം വാങ്ങിക്കുന്ന ഒരു മുട്ടായിയാണ്. ഇതും മറ്റേ ബോണിക്കി എന്ന് പറഞ്ഞ കമ്പനിയിലെ സാധനമാണ്. ഇത് നമ്മുടെ സെസമി സീഡിന്റെ മുട്ടായിയാണ്. ഇത് മധുരം എള്ളാണ്. എള്ളിന്റെ മുട്ടായിയാണ്. വൈറ്റ് കണ്ടറിഞ്ഞത്. അല്ല, ഇതിനകത്ത് മധുരം കുറവാണ്. ഇത് കമ്പാരിറ്റീവ്ലി മധുരം കുറവാണ്. ഉള്ളതിൽ ഏറ്റവും മധുരം കുറഞ്ഞ ഇത് 3 പറഞ്ഞില്ലേ? ഇതിന്റെ അകത്ത് എടുക്കുമ്പോൾ ഇതിന്റെ അകത്ത് വീണ്ടും ചെറിയ 3 ഷീറ്റാണ്. അപ്പൊ ഈ 3 ഷീറ്റ് ഇവിടെ 3 ലെയർ. ഇതിലൊരു ബാക്കിയുണ്ട്. ഒരു ലെയർ എനിക്ക് തരുമോ? ശ്രീകാന്ത് എനിക്ക് ഹെൽത്തിയാണ്. അടുത്ത നമ്മളെ പീനട്ട് ചോക്ലേറ്റ് ആണ്. പീനട്ട് നമ്മൾ കഴിച്ചില്ലല്ലോ ഇതുവരെ. പീനട്ട് കഴിക്കാം. യവന്മാർക്കൊന്നും ഒരു ഇതില്ല കഴിക്കാൻ. ട്രഫലിന്റെ അതേ പ്രതീക്ഷിക്കാം. നമുക്ക് പിന്നീട് കഴിക്കാം. ഞാൻ അത് ടേസ്റ്റ് ചെയ്തു. പീനട്ട് പൊടിച്ചിട്ട് മേളില് വൈറ്റ് ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നത്. ടേസ്റ്റ് ഉണ്ട്. ഇത് ആൽക്കഹോൾ ചോക്ലേറ്റ് അല്ല, വൈൻ ഫ്ലേവേർഡ് ചോക്ലേറ്റ് ആണ്. പറഞ്ഞതിന് മുമ്പ് ഞാൻ പൊട്ടിച്ചു. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ വൈൻ ഫ്ലേവേർഡ് ചോക്ലേറ്റ്. അതിന്റെ ഉള്ളിൽ ഒരു ഡോം ഷേപ്ഡ് സാധനമാണ്. ഇതിനകത്ത് വൈൻ ഉണ്ടെന്നാണ് അവകാശവാദം. ഞാൻ കൊടുത്തില്ല, ഞാൻ കടിച്ചു പൊട്ടിച്ചു നോക്കി. അതിന്റെ അകത്ത് നമുക്ക് കാണിക്കാൻ പറ്റണല്ല. മധുരമാണ് കൂടുതൽ. നല്ല വൈൻ. നേരത്തെ ഒരെണ്ണം കഴിച്ചില്ലേ? അതിനെക്കാളും ട്രഫിളിനെക്കാളും മേലെ നിൽക്കണം. അരുണിന് ലിക്കറിന്റെ കൂടെ മധുരം ചേർന്നത് ഇഷ്ടമല്ല. ലിക്കറാണ് അവന് ഇഷ്ടം, എനിക്ക് മധുരം ഇഷ്ടം. നിങ്ങൾ കഴിച്ച സാമ്പിൾ ആണ്. ഓക്കെ, സാമ്പിൾ ആണ്. റമ്മ് റമ്മാണോ വേണോ? സിംഗമേ, ഇവരിതൊക്കെ ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പ് ആണ്. അതെ, അവരെ കള്ളിനറിയുടെ ഒരു കിടിലം. റമ്മോന്ന് ചോദിച്ചാലോ പകുതി കഴിച്ചു. ഞാൻ കുറച്ച് ഇത് കണ്ട ഇതിന്റെ അകത്ത് തീർന്നു. ആ ഒരു ഫീലിംഗിലാണ്. നീ കഴിച്ചോ, നീ കഴിച്ചോ. ഞാൻ ഉല്ലാസം കൂടെ ഷെയർ ചെയ്ത് കഴിച്ചോളാം. ഇത് ഫുള്ള് നീ കഴിച്ചോ. ശ്രീയാന്തിന്റെ മൊത്തത്തിൽ വായന്ന് പൊട്ടുമ്പോൾ ഉള്ള ഒരു ഫീല്. ഇത് നമ്മുടെ കേക്ക് ഉണ്ടാക്കിയില്ലേ അപ്പൊ കിട്ടിയ അന്നത്തെ ആ ഒരു സാധനം, മറ്റേ കൊറേ റൈസിൻസ് ഒക്കെ ഉണ്ട് വച്ചിരുന്ന സാധനത്തിന്റെ അതേ. എമാർക്ക് വീണ്ടും മധുരം മടുത്തു തുടങ്ങി. അതുകൊണ്ട് അടുത്ത സാധനം ഞാൻ എടുക്കുകയാണ്. ബീഫ് ജെർക്കി. ഇത് ശ്രീകാന്തിന് കഴിക്കാൻ പറ്റില്ല. യു ആർ ബീങ് എ ജെർക്ക്. പച്ച ഇറച്ചി ഇങ്ങനെ സായിപ്പന്മാർ മറ്റേ ഉണക്ക ഇറച്ചിയില്ലേ? ഭയങ്കര പ്രോട്ടീനാണ്. ഇതാണ് അപ്പൊ ഇതിന്റെ ടേസ്റ്റ്. നീ കഴിക്കണം. ഉപ്പ ഞാനും കഴിക്കാം. ഒരു ഉപ്പിന്റെ നല്ല ഉപ്പ. ഡ്രൈ ബീഫ് ആണല്ലേ? ഇത് റോ അല്ലേ? ഞാൻ റോ ഇറച്ചി ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഞാനും ആദ്യമായിട്ടാണ് ഉണക്കിയതാണോ? ഉണക്കിയതാണോ? ഉണക്കി കഴിഞ്ഞാ ഒരു സ്മോക്ഡ് ഫ്ലേവറാ. ഈ സാധനം മറ്റേ അവന്മാര് ഈ സ്നാക്സ് പോലെ ചുമ്മാ കഴിച്ചോണ്ടിരിക്കും. ഇത് പറഞ്ഞ ഇടയ്ക്ക് ഒടിഞ്ഞു പോയി. ഇത് ബിസ്ക്കറ്റ് ആണ്, പക്ഷെ കൊള്ളി ബിസ്ക്കറ്റ് ആണ്. കൊള്ളി സ്നാക്സ് ആയിട്ട് കഴിക്കണം. സെസമി സീഡ്സ് കോട്ടിങ് ഉള്ളതാണ്, പക്ഷെ വർണ്ണം കഴിക്കാൻ നല്ല പൊടി. നല്ല കറക്റ്റ് അടുക്കി സ്റ്റിക്സ് ആയിരുന്നു, പക്ഷെ പൊട്ടിപ്പോയി. അവർക്ക് എള്ള് ഭയങ്കര കാര്യമുണ്ട്. എള്ള് കൃഷി ഉണ്ട് അവർക്ക്. ഇത് കഴിച്ചപ്പോൾ ഒരു ആശ്വാസമുണ്ട്.
ഇത് മധുരമൊന്നുമില്ല, കാര്യം ഇതിന് വലിയ ഇപ്പൊ എനിക്ക് ആശ്വാസം തോന്നിയില്ല ഒന്നും. വലിയ ടേസ്റ്റ് ഇതൊന്നുമില്ല, മറ്റേ ഒരു ഫീലും ഇല്ല. സെസമിയുടെ കോട്ടിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ മധുരം അങ്ങ് പോയി. സ്നാക്ക് ഇത് സംഭവം ചോക്ലേറ്റ് മുക്കി കഴിക്കാൻ ചിലതിൽ ഉപ്പിന്റെ ഫ്ലേവർ ആണ്. മധുരം പോയി. ഒരു മുറുക്ക് പോലെയൊക്കെ ഉണ്ട്. ബീച്ചർക്ക് ഇതും കൂടെ കഴിക്കാം. ഒരു ഫ്ലേവറും ഇല്ലാത്ത മുറുക്ക്. അടുത്ത സാധനം മിൽക്ക് കെയർ ചോക്ലേറ്റ് ആണ്. മിൽക്ക് കെയർ ചോക്ലേറ്റ് എല്ലായിടത്തും കിട്ടുന്നതാണ്. ഫേമസ് ആണ്, മിൽക്ക ഫേമസ് ആണ്. മിൽക്ക് ഫേമസ് ആണ്. അപ്പൊ അതിന്റെ ഹേസൽനട്ട് ആണ് കൊണ്ടുവന്നത്. പിന്നെ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. ടേസ്റ്റ് നോക്ക്. കുറച്ച് ഇവർക്ക് ആർക്കും ടേസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാം എല്ലാവരെ കൊണ്ട്. ഹേസൽനട്ട്സ് ഓ, ഇതില് ഒറിജിനൽ ഹേസൽനട്ട്സ് ഉണ്ട്, റോ ഹേസൽനട്ട്സ്. കൊള്ളാം. ഒരെണ്ണമെങ്കിലും കഴിച്ചാലേ പറ്റൂ. ഒരെണ്ണമെങ്കിലും കഴിച്ചാൽ മതി. പിന്നെ നമുക്കൊരു വിശ്വാസത്തിന് അതാ നമുക്ക് ഫ്രിഡ്ജ് വെച്ചേക്കാം. നമ്മുടെ ബാക്കി പിള്ളേർ വരുമ്പോൾ അവർക്ക് കഴിക്കാം. ഇനിയുള്ള എല്ലാം പയ്യന്മാർക്കാണ്. ഇത് മിൽക്ക് കെയർ തന്നെ വേറൊരു സാധനമാണ്. ഇത് ഹലോ അകത്ത് ബ്രെഡ് കണക്കത്തെ ഒരു സാധനമാണ്. ഓക്കെ. അതിന്റെ മുകളിൽ കോട്ടിങ്ങും ഇതിന്റെ അകത്ത് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇത് പൊട്ടിച്ചോളാം. ഇത് പൊട്ടിക്കാം. ഇത് പൊട്ടിക്കാം. പൊട്ടിക്കണോ? പൊട്ടിക്കേ പൊട്ടിച്ചോളാം, നമുക്ക് കഴിക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്ക്. ജസ്റ്റ് കുറച്ച് ടേസ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അടുക്കണമെങ്കിൽ ചിക്കൻ ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കി കൊണ്ടുവരാം. ഗൈസ്, ഇത് നല്ലൊരു പാക്കിങ്ങിലാണ് വരുന്നത്. നല്ല പാക്കിംഗ്. നല്ല പാക്കിംഗ്. ഇനി എങ്ങനെ പൊട്ടിക്കണമെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ പിടിക്കാം. ഒരു വരി പിടിക്കാം. വണ്ടർഫുൾ സാധനം. ഇത് അവൻ പറഞ്ഞ പോലെ തന്നെ ഒരു ചോക്ലേറ്റിനകത്ത് വേറൊരു ചോക്ലേറ്റ്. അല്ല ബ്രെഡ്. ഇതാ എടാ ഇത് ബ്രെഡ് ആണോ അതോ മറ്റേ ഇതാണോ? എനിക്ക് തോന്നുന്നു ഇത് മിൽക്ക് ആയിരിക്കും. മറ്റേ ഇതാണ്. ഉരുകി പോയതാ അത്. മറ്റേ ബബ്ലി ആ മാർഷ്മെല്ലോ ആണ്. മാർഷ്മെല്ലോ അല്ല. അല്ല 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 മാർഷ്മെല്ലോ അല്ല. അത് കഴിക്കില്ല, അത് അതാണ് കുറച്ച് ഒട്ടിയിരുന്നത്. മിൽക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ ടേസ്റ്റ് ചെയ്യാത്തൊരു ഇത് കൊള്ളാം. ഇനി നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് ഞാൻ ബിസ്ക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അവിടുത്തെ. മസാല ബിസ്ക്കറ്റ്. മസാല അല്ല, അല്ലേ? ഇത് പ്ലെയിൻ ബിസ്ക്കറ്റ് ആണ് അവിടുത്തെ. സോറി, ഒരു സൈഡിൽ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആണ്. അവിടെ 2 ഫ്ലേവറേ ഉള്ളൂ, മധുരവും പ്ലെയിനും. അവിടെ എരിവ് ഒരെണ്ണം ചോക്ലേറ്റ് ഫ്ലേവേർഡ്, ഒരെണ്ണം സാധാ പ്ലെയിൻ ബിസ്ക്കറ്റും ആണ്. അപ്പൊ നമുക്ക് ആദ്യം പ്ലെയിനിൽ തുടങ്ങാം. അതിൽ നിങ്ങൾക്ക് ഇതാവുമല്ലോ, വീട്ടിൽ സ്ഥിരം വാങ്ങിക്കാം. ഒരു കുക്കിയാണ്. അങ്ങനെയാ പറഞ്ഞത്. അല്ല, അത് ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ സ്ഥിരം വാങ്ങിക്കുന്നതാണ്. ഇത് അങ്ങനെ തള്ളൂല. ഞങ്ങൾ വീട്ടിൽ സ്ഥിരം വാങ്ങിക്കുന്നതാണ്. ഇത് നല്ലതാണ്. മറ്റേ കോൺഫ്ലെക്സ് ഇല്ലേ? എടാ കോൺഫ്ലെക്സ് അല്ല, ഇത് എള്ളി തന്നെ. വെള്ളമാണ് ഇത് എള്ളുകൊണ്ടുണ്ടാക്കിയ ബിസ്ക്കറ്റ്. ഇവിടെ ഇത്ര എള്ളുണ്ടായിട്ട് എണ്ണ എടുക്കണുണ്ടല്ലോ, ഇവരെന്ത് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നില്ല ഇവിടെ. അല്ലേ നൈസ് ആണ്. ഇനി അടുത്തത്, ഇത് ഞാൻ കേടായി പോകുന്ന പേടിച്ച് സിനമൺ റോൾ. സിനമൺ റോൾ ഇതറിയാം, ഇത് കഴിച്ചിട്ടുണ്ട്. ഇത് ചടപ്പ് മാറും. ഇത് സിനമൺ ബ്ലോഗ് ആണ്. സിനമൺ ബ്ലോഗ്. ഒന്നുകൂടെ സിനമൺ റോൾ. നാക്ക് കുഴഞ്ഞ ആ സിനമന്റെ മണം വരണുണ്ടോ? ഇല്ലേ? അത്രയൊക്കെ നീ കഴിക്കൂ. അത്രയല്ല, അല്ല, അത് വലിയ മധുരമൊന്നും കാണൂല. ഇങ്ങനെ മുറിച്ച് കഴിക്കണം. ഈശ്വര അതാവും കഴിക്കും. നല്ല സിനിമന്റെ മുത്താണ്. സിനമന്റെ ആ ഫ്ലേവർ ഉണ്ട് കഴിച്ചു. കൊള്ളാം. അധികം മധുരമൊന്നും മധുരമൊന്നുമില്ല, സിനമന്റെ ഒരു ഫ്ലേവർ ഉണ്ട് നല്ല. ഇത് കുക്കീസ് ആണ്. കുക്കീസ് നമുക്ക് പിന്നെ പൊട്ടിക്കാം. ഇത് അവിടുത്തെ ഫേമസ് ചോക്ലേറ്റ് കുക്കിയാണ്. ഈ നമ്മളിത് വേണമെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ തരുന്നതായിരിക്കും. കുറച്ചൊക്കെ സബ്സ്ക്രൈബറിന് ഗീവ് കൊടുത്താലാണ്. നീ ഇത്രയും കൊണ്ടുവരുമെന്ന് വിചാരിച്ചില്ലടാ. കൊള്ളാം. ഇത് കിറ്റോ പാറ്റ കടിക്കുന്നതല്ല, ഇത് ബിസ്ക്കറ്റ് ആണ് അവിടുത്തെ. വേണ്ട, നമുക്കത് പിന്നെ കഴിക്കാം. ബിസ്ക്കറ്റ്സ് എല്ലാം നമുക്ക് പിന്നീട് ചായ ഇട്ടിട്ട് ശേഷം ഒരു 3-3:30 ആകുമ്പോൾ നമ്മൾ കഴിക്കും. നമ്മളിങ്ങനെ അപ്പൊ മധുരമുള്ള സാധനങ്ങളെല്ലാം ഏകദേശം തീർന്നു. അത് വെയിറ്റ് ചെയ്യും. അതിനു മുമ്പേ ഏറ്റവും മധുരം കൂടിയ സാധനമാണ് ചൽവ. ഇത് നമ്മുടെ നാട്ടിലെ സാധനങ്ങളോട് സിമിലർ ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ്. പക്ഷെ ഇത് ഇച്ചിരി കടുക്കും. ഇത് കഴിച്ച് ഞങ്ങളൊക്കെ ഇരുന്നതാണ് ഇവിടെ മധുരം. അപ്പൊ പിന്നെ അവസാനം ഇത് പക്ഷേ ഇത് അവസാനത്തെ മധുരമാണ്. 2 ഫ്ലേവറിലുള്ള ചോക്ലേറ്റ് വാനില എടുക്കുക. നിങ്ങൾക്ക് താളന്നിരിക്കുന്നുണ്ട്. ഭയങ്കര മധുരമാണോ? എനിക്ക് കഴിച്ചതിന് നല്ല മധുരം തോന്നിയ ഒരു സാധനം ഇതാണ് അവിടെ കഴിച്ചത്. പക്ഷെ ഇത് സംഭവം എന്ന് വെച്ചാൽ ഇത് എനിക്ക് മറ്റേ എന്താ പറയാ, നമ്മുടെ മൈസൂർ പാക്കില്ലേ, മൈസൂർ പാക്കിന് സിമിലർ ആയിട്ടാണ് തോന്നിയത്. ഓ അത്രേ ഉള്ളൂ. മൈസൂർ പാക്ക് അവന് ഇഷ്ടമാണ്. മധുരം കപ്പണ്ടി ഫ്ലേവർ എനിക്ക് അവരോട് ഈ പാലിലൊക്കെ കുറുക്കി കൊടുത്താലും പക്ഷെ എനിക്ക് ഇപ്പൊ പൊടിഞ്ഞു പൊടിഞ്ഞാണ്. കാരണം ഇങ്ങനെയാണ് ഇത് വരുന്നത്. ടെക്സ്ചർ പെട്ടെന്ന് പൊടിഞ്ഞു. മൈസൂർ പാക്ക് വരെ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന ടൈപ്പാണ്. മൈസൂർ പാക്ക് അല്ല അതിനെ പറഞ്ഞ നമ്മുടെ പേട പോലത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ടെക്സ്ചർ വേറെ ടേസ്റ്റ് ആണ്, വേറെ ലോകമാണ്. അത് അവിടെ അങ്ങനെ വെക്കണ്ട, പൊടിയൂ. ഇതൊരു കപ്പലണ്ടി അരച്ച ഒരു സാധനം.
കപ്പലണ്ടി അരച്ചിട്ട് അതിൽ മധുരമൊക്കെ ഇട്ടൊരു സാധനം. പക്ഷെ എനിക്ക് ഭയങ്കര മധുരമൊന്നും ഫീൽ ചെയ്തില്ല. ഇല്ല, എനിക്ക് കഴിച്ചതിൽ ഏറ്റവും മധുരമുള്ള സാധനം നമുക്ക് തോന്നുന്നു. മത്ത് കഴിക്കും, കുറച്ച് കഴിയുമ്പോൾ മത്ത് കഴിക്കും. കുറെ ചവയ്ക്കണം guys. എനിക്ക് കഴിക്കാം. ഇതാണ് ഈ കഴിച്ചതിൽ ഏറ്റവും മരുന്നും കൂടിയാ. ഇല്ല, ഇത് മധുരം കൂടിയല്ല. അവൻ എനിക്കൊണ്ട് വേറെ എന്തോ കഴിച്ചിട്ട് നീ കഴിച്ചതാ. തെറ്റിദ്ധരിച്ചതാ. ഇത്രയും നേരം മധുരം കഴിച്ചോണ്ടിരുന്നിട്ട് ഇത് കഴിക്കണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഹൈപ്പ് കിട്ടാത്തത്. അയ്യോ, നീ ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടതാ. ഇതിന് മധുരം കുറവാണ്ടാ. ഇതൊരു കപ്പലണ്ടി അരച്ച നീ കഴിച്ച പോലെ മധുരം തിരക്കി കുടിച്ചെടുക്ക്. അഖിലേഷേ, ആ അവിടെ നിന്ന് ബ്രെഡ് എടുത്തിട്ടോ, എരിവുള്ള ഒരു സാധനം തരാം. അപ്പൊ അവിടെ കിട്ടുന്നതിൽ ഏറ്റവും എരിവുള്ള ഒരു സോസ് ഇതായിരുന്നു. ഓക്കെ ഭാഗ്യം ഒരു ഇത് അതേ കമ്പനിയുടെയാണ്, പക്ഷെ എരിവിന്റെ ഇതില്ല. സാധാരണ അല്ലെങ്കിൽ ഇവര് ഒരു മുളക്, രണ്ട് മുളക്, മൂന്ന് മുളക്, അല്ല അങ്ങനെയല്ല, സിമ്പിൾ അങ്ങനെ എത്രത്തോളം സ്കെയിൽ ഉണ്ടെന്നുള്ളത്. പക്ഷെ അത് ഇതല്ല. ഇത് എനിക്ക് തോന്നുന്നു അതിന്റെ അത്ര എരിവ് കാണാൻ സാധ്യത കുറവില്ല. ഇതാണ് ഉള്ളത്, എന്നാലും എരിവുള്ളതാണിത്. നീ മുക്കി അടിച്ചോടാ ദാസ. എനിക്ക് ഒഴിച്ചു തന്ന അത്ര അത് ഇത് ചോദിച്ചത്, അത് അത് അവനോട് എരിവുണ്ട്. എരിയുണ്ട്. ഇത് പോരാ. അവനെ അത് അയച്ചു. ഇതെടുക്കുക, ഇങ്ങനെ മടക്കുക. ചമ്മന്തി ഇരിക്കണ്ട. ചമ്മന്തി അല്ല, അതല്ല പറഞ്ഞത്. തേങ്ങ ചമ്മന്തിയിലായിരിക്കും. കറക്റ്റ് ചമ്മന്തി. ആ ചമ്മന്തി. നമ്മൾ ചോറുണ്ടാൻ വേണ്ടിട്ട് ചമ്മന്തിയൊക്കെ അവിടെ ഒരു ലൂസായിട്ട് ചിലപ്പോ ഒരു ചമ്മന്തി ഒരു കട്ടിയല്ല, കുറച്ച് ലൂസ് ആവൂലേ, അതുപോലെ ഉണ്ട്. മീനെ മറ്റേ മിക്സിയിൽ അടിച്ചോണ്ട് വരാൻ പറഞ്ഞില്ല അതുപോലെ. ആ അതെ ചെറിയൊരു എരിവുള്ള ചമ്മന്തി. എനിക്കൊണ്ട് ഈ സാധനം അവന് ചോറിന്റെ ഒക്കെ അവിടെ കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. ഇത് ചമ്മന്തി പോലെ ഇങ്ങനെ ചോറിന്റെ കുഴച്ച് തിന്നാം. ഒരു നാട്ടിലെ ഫീൽ കിട്ടും. അപ്പൊ നിനക്ക് നാട്ടിലെ ചമ്മന്തി ഓർമ്മ വരുമോ? നാട്ടിലെ ചമ്മന്തി ഓർമ്മ വരും. നിങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് ഇത് രുചി കിട്ടുന്നുണ്ട്. തേങ്ങ ചമ്മന്തിയുടെ അതേ ടേസ്റ്റ്, ചെറിയൊരു ഫ്ലേവർ ഉള്ളിയിലേക്ക് ഒരു ഇത് കിട്ടുന്നുണ്ട്. ഉള്ളി ഉണ്ട് ഇതില്. നാട്ടിനെ പറ്റി ആലോചിക്കാറില്ലല്ലേ? തേങ്ങ ചമ്മന്തിയില്ല ഗൈസ്, നമ്മൾ ഈ മസാല ദോശയുടെ ഒരു തക്കാളി ചമ്മന്തി ഇട്ടു. അപ്പൊ അടുത്തെന്ന് പറയുന്നത് ഗാർലിക്കിന്റെ ഒരു ഇതാണ്. ഓക്കെ കോസ്നെക്ക് എന്ന് പറഞ്ഞ കുറച്ചുകൂടി മയണൈസ് അല്ല, ഗാർലിക് പേസ്റ്റ്. കഴിച്ചു നോക്കാം. അവന് വൃത്തിയായിട്ട് അടിക്കണ്ട. പയ്യ അവന് വൃത്തിയായി അവന് കഴിക്കാൻ തോന്നുന്നു. അതെ എനിക്ക് ഇങ്ങനെ നീ കഴിച്ചോ മടക്കി കഴിച്ചോ. ഇത് ചിക്കനൊക്കെ മുക്കി തിന്നാനും കൊള്ളാം. ഞാനും ഇത് ഗുഡ് ആക്ച്വലി. ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ ചമ്മന്തിയെക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട്. കാര്യം നമുക്ക് വീട് മിസ് ചെയ്യാത്തോണ്ട് ചമ്മന്തി എന്നും കഴിക്കണല്ലേ. അത് കൊള്ളൂല. ഇത് കഴിച്ചപ്പോ അത് കൊള്ളൂല. ഇത് കൊള്ളാം. ഇത് കുറച്ചും കൂടി തീർന്നത്. അല്ല, ഗാർലിക് അപ്പൊ അടുത്തത് നമുക്ക് ഈ ഒലിവ് ടേസ്റ്റ് നോക്കാം. ഒലീവ് ഉപ്പിലിട്ട്. സ്പാനിഷ് ഒലിവ്സ്. സ്പാനിഷ് ആണ്. എടുത്ത് കണ്ടിട്ട് സ്പാനിഷ് ആണെന്ന് എനിക്ക് തോന്നണത്. എൽ ടോറോ റോഹോ എന്ന് പറഞ്ഞ സ്പാനിഷ്. എൽ തോറോ. ഒലീവ് അവന് ഇഷ്ടപ്പെടാൻ സാധ്യത. കറുത്ത ഒലിവ്സും ഉണ്ട്. ഞാൻ ഇഷ്ടപ്പെട്ടാടെ എടുത്തു. കൊള്ളാം. ഉപ്പിലിട്ടോ. ഉപ്പിലിട്ടോണ്ടേ നല്ല രുചിയുണ്ട്. ഉപ്പാ കുഴപ്പമില്ല. ഇത് ഡ്രൈഡ് സോസേജ് എന്ന് പറയും. പ്രോട്ടീൻ 6 എന്ന് സാധനമാണ്. അതായത് ഇത് ചിക്കനാണ്. കുർസാക്ക് എന്ന് വെച്ചാൽ ചിക്കനാണ്. കുർസാക്ക് ചിക്കൻ പോളിഷിൽ കുർസാക്ക് എന്നാണ് ഞാൻ പറയണത്. പ്രൊനൗൺസിയേഷൻ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒറ്റ മടക്കാണ്. ഒറ്റ സാധനമാണ്. ഞാൻ അത് ഭയങ്കര മോശമായി. ഇത്രയും ഇങ്ങനെ അടുത്ത മടക്കെടുക്ക്. ഓ ഇത് ഒറ്റ സാധനമോ? അത് നല്ലൊരു മണം. ഇതിന് 2 മടക്കെടുത്തു. അതിന്റെ ഓർഡർ തെറ്റിച്ച്. എനിക്ക് ചെറിയ മടക്ക് മതി. ഇത് കൊള്ളാം. ഞാനൊരു വലിയ മടം. കുറച്ച് പ്രോട്ടീൻ. ഞാനും കഴിക്കട്ടെ. അടുത്തതുള്ളത് നമ്മുടെ സാർഡിൻ ഫിഷ്. ചാളയില്ലേ? ചാള ചാള 2 ഫ്ലേവറുള്ള സാധനങ്ങളാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റ്സ് ഹീറ്റ് ചെയ്യണം. മാഗി പോലെയാണ്. 2 മിനിറ്റ് ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഇത് ഹാഫ് കുക്ക്ഡ് ആണ്. ഇത് വെള്ളത്തിലാണ് അതോ ഓയിലാണ്? ഇത് ടൊമാറ്റോ പേസ്റ്റ്. ഇത് ഓയിലും ലെമണും ഹെർബ്സും ആണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ഹോം ടൂർ തരാം. ഒന്ന് കാണിച്ചു കൊടുക്കും. അതായത് ഇതിന്റെ ടൂർ, ഇതിന്റെ ഹോമിന്റെ ടൂർ. ഫ്രഷ് ഇതില് വലുതായിട്ട് കാണാൻ മീനല്ലേ നീ വെച്ചോ. ഇത് കണ്ടോളാം. ഇതേപോലെ തന്നെ ഇത് നാറ്റമുണ്ട്. ഇതാണ് സ്മെല്ലില്ലെന്ന് പറഞ്ഞത്. മീനിന്റെ സ്മെല്ല്. ഇതിന് സ്മെല്ല് കാണൂല. ഇത് വെറും ഇത് ഇത് മീൻ കറിച്ചാള. കണ്ട, ഇതൊന്ന് ചൂടാക്കിയാ മതി. മൂക്കിൽ തന്നെ വലിച്ചെടുത്തു. ഇത് കൊള്ളാം. ഇത് വെറും ചാളയല്ല, ബാൾട്ടിക് ചാളയാണ്. ബാൾട്ടിക് ചാളയ്ക്ക് പ്രത്യേകത ഉണ്ട്. നെയ്യ് കൂടുതലായിരിക്കും. പച്ചച്ചാളയല്ലേടാ? ഇല്ല, ഹാഫ് കുക്ക്ഡാ. ഇത് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല നെയ്യാ. പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ചെറുതായിട്ട് കൊണ്ടുപോയി നമ്മളെ ആളുകൾക്ക് നമുക്ക് മൊരിച്ചെടുക്കാൻ പറ്റില്ല, പാടാണ്. അപ്പൊ അവര് റെഡിയാക്കി വരുന്നവരെ നമുക്ക് ഇവിടെ റിലാക്സ് ചെയ്യാം. അതെ, കുറച്ച് നേരം എടുത്താൽ മതിയായിരുന്നു അല്ലേ? ഒരു അരമണിക്കൂറെങ്കിലും എടുത്തിരുന്നെങ്കിൽ. ഇപ്പൊ ഗൈസ് കുറെ നേരം കൊണ്ട് വിഘ്നേഷ് എന്തൊക്കെയാ അവിടെ കാട്ടിക്കൂട്ടുന്നുണ്ട്. കാണാനില്ല. അതെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാടാ. വാ. അപ്പൊ ഗൈസ് നല്ല ചാളയുടെ ഒരു മണം, നല്ല മണമുണ്ട്. ഫുള്ളായിരുന്നു. കുഴപ്പമില്ലാത്തൊരു മണം. അതെ
അത്ര മോശം മണമല്ല. അരോമാറ്റിക്. ചാള പൊരിച്ചെന്ന് തോന്നുന്നു. കഴിച്ചു നോക്കട്ടാ. ചാള കിട്ടിയതാണ്. ചാളയുടെ അതേ ടേസ്റ്റ്. റോ ടേസ്റ്റ് ആണ് മീനിന്റെ. നമ്മൾ കാരണം മസാല ഇതൊന്നും ചേർന്നില്ല. ജസ്റ്റ് കുരുമുളകും ഉപ്പും കൊള്ളാടാ കൊള്ളാം. കുറച്ച് ഉപ്പ് വേണം. അരുണ് കഴിക്കാനില്ല. എടാ പോടാ, കൊണ്ടുവന്നല്ലേ കൊള്ളാം. മണം അടിച്ചപ്പോ തന്നെ എന്റെ ഇത് എനിക്ക് കിട്ടി. കൊള്ളാടാ, കുറച്ച് ഉപ്പ് കൂടുതലോ. അങ്ങനെ ഏറെ നേരത്തിന് ശേഷം തക്കാളി ഇട്ട് എടുത്ത മീൻ. അതെ, തക്കാളിയിൽ കിടന്ന മീൻ, തക്കാളി മസാലയിൽ കിടന്ന മീൻ അവരുടെ പ്രത്യേക പ്രിപ്പറേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെല്ലാം ഇങ്ങനെ മത്തടിച്ചിരുന്നപ്പോഴാണ്. അതെ അതെ, നമ്മൾ മൊത്തത്തിൽ ഈ എല്ലാം മധുരമൊക്കെ കയറ്റി ആപ്പാട ഓൾ ടീം ഈസ് ഡൗൺ. അതെ, എനിക്ക് ഈ തക്കാളി ഇട്ട ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ദാസം കഴിക്കാൻ. എനിക്ക് ഈ തക്കാളി ഇട്ട കറി ഇഷ്ടമല്ല. ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ, അതിൻ്റെ പ്രിപ്പറേഷൻ നോക്കട്ടെ. ഇതിന്റെ ട്യൂണയൊക്കെ ഉണ്ടോ, ഈ ടിൻഡ് ട്യൂൺ, അതൊക്കെ ഭയങ്കര ദാസന്റെ മുഖം കാണുമ്പോഴേ അറിയാം നല്ലപോലെ ഇഷ്ടപ്പെട്ടു. എനിക്ക് മോശമായിട്ട് തോന്നിയില്ല. ഒന്നുകൂടെ കൊടുത്ത് കൊള്ളാം. കുറച്ചൊരു ഉപ്പ് വേണം, അതെന്തോ ഒരു പുളിപ്പുണ്ട്. ഉപ്പ് വേണോ? കറക്റ്റ് തന്നെ. കൊള്ളാം. അതൊരു വ്യത്യസ്തമായ അഭിപ്രായം. അഖിലേഷ് പറഞ്ഞിരിക്കുകയാണ് മീൻ. ഒറ്റ സാധനം, വേറെ ഒന്നും പറയാനില്ല. മീൻ. ഒരേ ഒരു ഫ്ലേവറുള്ളൂ, ഫിഷ്. അടുത്ത മാസ്റ്റർ ഷെഫിന്റെ ജഡ്ജ് ആക്കാൻ പറ്റും. അപ്പൊ ഗൈസ്, നമുക്ക് വേണ്ടി വിഘ്നേഷ് എന്തോ ഒരു സാധനം പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. മുൾഡ് വൈൻ എന്നാണ് പേര്. മുൾഡ് വൈന പുൾഡ് വൈൻ മുൾഡ് വൈൻ എന്നാണ് അതിന്റെ പേര്. പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. 2 മണിക്കൂർ ചൂടാക്കിയാണ് കൊണ്ടുവന്നത്. ചായടാ, വൈനാ. മുൾഡ് വൈൻ. വൈൻ ചെറിയ ചൂട് വേണം, അത് പയ്യെ സിപ്പായിടണം. വൈൻ എന്ന് പറഞ്ഞപ്പോഴേ ചാടി എടുത്തത്. ഫുൾ ഇൻഗ്രീഡിയൻസ് ഇല്ല അതിന്റെ അത്. ഫുൾ ഇൻഗ്രീഡിയൻസ് ഇത് വൈനാണ്, വൈനാണ് ഇത്. ഇത് വൈനാണ്. അതൊക്കെ ചൂട് വൈൻ. ഫുൾ വൈൻ കുടിക്കും ബോഡി. പക്ഷേ ഇതിനകത്ത് എല്ലാ സ്പൈസസും ഇല്ല. അതിനകത്ത് ആ സ്പൈസസ് മൊത്തം വരണം. കൊള്ളാം. കൊള്ളാം. ഇത് കൊള്ളാം ഗൈസ്. നല്ല മധുരം, നല്ല വൈന്, ചൂട് വൈൻ. ഇത് കൊള്ളാം കേട്ടോ, സൂപ്പർ സൂപ്പർ. ഇതെങ്ങനെയാടാ നീ ഉണ്ടാക്കി കൊണ്ടുവന്നത്? അത് സ്പൈസസ് ഉണ്ടോ? കൊള്ളാടാ, ഇത് സൂപ്പർ. ഇത് കഴിച്ചു നോക്കിയേ, ഉല്ലാസം കഴിച്ചു ടേസ്റ്റ് നോക്ക് ഗൈസ്. ഇതൊരു നമ്മൾ ഇപ്പോൾ വീട്ടിലുണ്ടാക്കിയ വൈനില്ലേ, ഏകദേശം അതുപോലെ തന്നെ കൺസിസ്റ്റൻസിയിൽ ഒരു സാധനം. പക്ഷേ ഇത് ചൂടാണ്. ഇനി എന്തെങ്കിലും സ്പെഷ്യൽ സാധനങ്ങളുണ്ടോ? ഇനി വെറൈറ്റി ചായര പൊടിയുണ്ട്. ജസ്റ്റ് ഓരോ ഗ്ലാസ് വെച്ച് എടുക്കാൻ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഓക്കെ ഓക്കെ, അത് നന്നായിരിക്കും. കാര്യം ഈ മത്ത് മാറാൻ വേണ്ടി, ഞാൻ മത്ത് മാറാൻ വേണ്ടിയാണ് ഇത് കഴിച്ചത്. അപ്പൊ കൂടുതൽ മത്തായി. അതെ അതെ, ഇതിന്റെ മത്ത് മാറാൻ വേറെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കഴിക്കണം. അപ്പോഴാവും വേറെ മധുരമുള്ള എന്തെങ്കിലും കൊണ്ടുവരും. ഇന്ന് ഫുള്ളൊരു മത്ത് കുടിച്ചൊരു അതെ അതെ, മത്തി വ്ളോഗ്. മത്തി മത്ത്. നിങ്ങൾക്കത് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് അറിഞ്ഞൂടാ. കുറെ അടിച്ചു സെറ്റായി പോയി. മീൻസ് മത്ത് 2 ടൈപ്പ് കോഫിയാണ്. 2 ടൈപ്പാണോ? 2 ടൈപ്പാണ്. അപ്പൊ ഒരെണ്ണം കുടിച്ചിട്ട് നീ ടേസ്റ്റ് പറയും. ഇഷ്ടപ്പെടും. നല്ലൊരു മണമുണ്ട്. ഇഷ്ടപ്പെടും. എനിക്ക് ഉറപ്പാണ്. കൊള്ളാം. നല്ല കോഫി. പക്ഷെ ഒരു എന്തോ ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട്, ഒരു കയ്പ് ലാസ്റ്റ്. നല്ല ഇഷ്ടം. കൊള്ളാം. നമ്മുടെ മുട്ടായി കലക്കിയ വെള്ളം പോലെ ഉണ്ട് ഇല്ലേ? മുട്ടായി കലക്കിയോ? മുട്ടായി കോപ്പിക്കോ കലക്കിയ വെള്ളം. അത് തന്നെ, കോപ്പിക്കോ കലക്കിയ ചൂട് വെള്ളം. ഇത് അതിന്റെ നെക്സ്റ്റ് ആണ്. പക്ഷെ ഇതും സെയിം മണം തന്നെ, സെയിം മണം, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടില്ല. അതാണ് അതിന്റെ ഫ്ലേവർ. എനിക്ക് ഇഷ്ടപ്പെട്ട. എനിക്ക് വലിയ ഇതാണ് കുറച്ചുകൂടി ബെറ്റർ. അതാണ് ഇതിന്റെ ഫ്ലേവർ. നോക്കട്ടെ. ഇത് ചായ ഉണ്ടല്ലോ, ചായ കാപ്പി ഇവിടെ സൈഡിൽ നമ്മൾ കുടിച്ചിട്ട് മട്ടി മാത്രമേ ഇരിക്കും. അതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുടിക്കും. ഏകദേശം ഇതൊരു ഇംഗ്ലീഷ് ടീ ഇല്ലേ, അതിന്റെ ഒരു ടേസ്റ്റ് ആണ്. അല്ല, ഇത് അവര് കഴിക്കുന്ന ടേസ്റ്റ് ആണ്. അതായത് അവര് ഇപ്പം യൂറോപ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാലേ ഒഴിക്കുള്ളൂ. ഒരു ടീസ്പൂണിലേക്കാണ് ഒരു പാലൊഴിക്കണം. ഇത് ഹിബിസ്കസ്, ഹിബിസ്കസ് പീച്ചോ ഹിബിസ്കസോ, മണ്ണിന്റെ ഫ്ലേവറാണ്. ലിച്ചി മണ്ണിന്റെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാലോ. ഇത് കാട്ടുപുല്ലാണ്. ഇത്തിരി ആറ്റിക്കൊണ്ട് ഒന്നുകൂടെ ഇടാ നിനക്ക്. ഫെമിലിയർ മണം. ഞാനും അങ്ങ് നോട്ട്. മണത്തിട്ട് പറയൂ. ഇനി ദാസന് കൊടുക്കും. സ്മെല്ല്. നല്ല മണം. ലിച്ചി എന്തോ ആണ്, അങ്ങനത്തെ എന്തോ സാധനം. ഫ്രൂട്ട് ആണ് എന്തോ. ലിച്ചി ആണെന്ന് മണം നോക്കട്ടെ. മണം അവനും കൂടെ കൊടുക്കും. എനിക്ക് കൊണ്ട് അടിച്ചിട്ടായിരുന്നു. വലിച്ചിട്ടില്ല. മാംഗോ. മാംഗോ ആണോ? അയ്യോ ഇത് മാംഗോയുടെ മണം അല്ലടാ. പക്ഷേ മാംഗോയുടെ ടേസ്റ്റ് ഉണ്ട്. മാംഗോ മാംഗോയുടെ ടേസ്റ്റ്. ഫ്ലേവർ ടേസ്റ്റ് ആണ്.
ഇപ്പൊ മാംഗോ ആയിട്ട് കിട്ടുന്നുണ്ട്. മാംഗോ പറഞ്ഞോണ്ടായിരിക്കും അത് പറഞ്ഞോണ്ട് കുടിക്കുമ്പോൾ മാംഗോയുടെ ടേസ്റ്റ് ആണ്. ഗൈസ്, നിങ്ങൾ ഇതേപോലെ ഡിഫറെന്റ് ചായകളൊക്കെ വാങ്ങിച്ച് ട്രൈ ചെയ്യുക. വിഘ്നേഷിനെ പോലെ ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ അവരുടെ പറഞ്ഞ ഇങ്ങനെ ഒരു സെഷൻ അറേഞ്ച് ചെയ്യുക. ഒരു അല്ലേ, നിങ്ങൾ വെറുതെ ഇരിക്കുന്ന ഒരു ശനിയോ ഞായറോ ഉണ്ടെങ്കിൽ ശനിയാഴ്ച ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ കുറെ ഡ്രിങ്ക്സ് വാങ്ങിച്ച് ഇതേപോലെ കഴിച്ചിട്ട് അല്ലേ ഇങ്ങനെ ഒരു സെഷൻ അതെ. അങ്ങനെ പെട്ടിപ്പൊട്ടിക്കലും ടേസ്റ്റിങ്ങും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം തീർന്നിരിക്കുകയാണ്. എല്ലാം തീർന്നു. ചില ടേസ്റ്റുകളൊന്നും നമുക്ക് പിടിക്കുന്നില്ല, പോളണ്ടിന്റെ ടേസ്റ്റുകൾ. പക്ഷെ അത്യാവശ്യം കൊള്ളാം, ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനത്തെ ഒരു കാര്യങ്ങൾ. അതെ കൊള്ളാം. ഇത്രയും ചോക്ലേറ്റ് നമ്മൾ ഒരു ദിവസം കഴിച്ചിട്ടില്ല ഇതുവരെയ്ക്കും. അമൃതമായാൽ അധികമായാൽ അമൃതം വിഷം എന്ന് പറയും പോലെ കുറെ ആയിട്ട് മത്തായി പോയി. അല്ല, ഇങ്ങനെ നമ്മുടെ പ്രായമുള്ളവരൊന്നും ഇങ്ങനെ കഴിക്കാതിരിക്കുക. അത് എവന്റെ പ്രായമുള്ളവർ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. അടുത്ത മുട്ടായി കഴിക്കുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും എന്നാലും നീ ഇത്രയും ഒരു എഫേർട്ട് എടുത്ത്. കൊള്ളാം. ഗുഡ് ഗുഡ്. ഓൾഡ് സ്കൂൾ ബോയ്സിന് വേണ്ടിയില്ലെങ്കിൽ പിന്നെ എന്തിന്? അപ്പൊ നമ്മുടെ സ്റ്റുഡിയോയിൽ ഇനിയും സാധനങ്ങൾ വരാനുണ്ട്, വയ്ക്കാനുണ്ട്. ഇനിയും കുറച്ചും കൂടെ കളർഫുൾ ആവാനും ബെറ്റർ ബ്രൈറ്റ് ആവാനുണ്ട്. അതില് അല്ല വരയ്ക്കാനുള്ള സാധനങ്ങൾ നിങ്ങൾ തുടങ്ങിയല്ലേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ബേസിക് അറേഞ്ച്മെന്റ് അല്ലേ ആയുള്ളൂ. അപ്പം എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും ഒരു വാൾ മറ്റേ ഇത് ചെയ്ത് വെച്ചിട്ട് നോട്ടീസ് ബോർഡിൽ സാധനം സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഈ സാധനം ഗസ്റ്റ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ വയ്ക്കാനുള്ള സാധനങ്ങൾ. അത് കൊള്ളാം. അപ്പൊ അവർക്കൊരു കൊണ്ടുവരാനുള്ള ഒരു പ്രചോദനം. അതിനുവേണ്ടി ഞാൻ ഒരു സാധനം ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അവിടുത്തെ എൻ്റെ സിറ്റിയിലെ ഒരു മോണുമെന്റ് ആണ്. ഇത് അവിടുത്തെ സിറ്റിയിലെ ഏറ്റവും പഴയ ബിൽഡിങ്ങുകളുടെ ഒരു ഇതാണ്. ഇപ്പോഴും ആ ബിൽഡിങ്ങുകളുണ്ട്. ഇത് ഞാൻ കൂടുതലായിട്ട് പോഡ്കാസ്റ്റിൽ കാണിച്ചു തരാം ഇതിനെ കുറിച്ച്. ബ്രോക്ലോ എന്ന് പറയും. അതും ഒരെണ്ണം കൂടെ ഉണ്ട്. ഇതൊരു ഗോബ്ലിൻ കണക്കത്തെ ഒരു ഇതാണ്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. പക്ഷേ ഈ ഒരു സാധനം സിറ്റിയിൽ എല്ലായിടത്തും ചെറിയ ചെറിയ ഐഡിയലുകൾ വെച്ചിട്ടുണ്ട്. സിറ്റി ഫുള്ള് ഐസ്ക്രീം കുടിക്കണം. ഐസ്ക്രീം തിന്നുന്നതായിട്ട്. ഇതാ സിറ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ്, ജനൽ വഴി കാണുന്നതാണ്. അവരുടെ ഫോക്ലോറിലും സാധനമായിരിക്കണം. പക്ഷെ അത് ഈ സിറ്റിയിൽ എല്ലായിടത്തും നമ്മൾ റാൻഡായിട്ട് നോക്കണം. എവിടെ നോക്കിയാലും ഈ ഒരു സാധനം സ്കൾപ്ചർ ബ്രോൺസിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് വയ്ക്കാനൊക്കെ ആയിട്ട് നിങ്ങളൊരു സാധനം സെറ്റ് ചെയ്താൽ നൈസ് ആയിരിക്കും. സാധാരണ ഫ്രിഡ്ജിലാണ് ഇതൊക്കെ വെക്കാറുള്ളത്. ഫ്രിഡ്ജിലല്ല, വയ്ക്കാമല്ലോ. ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ ഒരു DBയുടെ ബോർഡില്ലേ, അവിടെയൊക്കെ വെക്കും. ഇനി നിങ്ങളുടെ ഗസ്റ്റുകൾ ഒരുപാട് പേര് പുറത്തുനിന്ന് വരാറുണ്ട്, ഫാൻസ് ഉണ്ടല്ലോ. അവരൊക്കെ വരുമ്പോഴത്തേക്ക് അലക്സ് ആയാലും ആരൊക്കെ പെട്ടെന്ന് വരില്ല, ക്യാമറമാൻ സജി ചേട്ടനായാലും എല്ലാരും വരുമല്ലോ. വരുമ്പോ വെറുതെ വരരുത്, എന്തെങ്കിലും കൊണ്ടുവരണം. ഓൾഡ് സ്കൂൾ ബോയ്സ് കളർ ആക്കാൻ വേണ്ടി സുവനീർസ് കൊണ്ടുവന്ന പുറത്തുള്ളവർ, നമ്മുടെ സബ്സ്ക്രൈബറായ പുറത്തുള്ളവർ ശ്രദ്ധിക്കുക. ഇങ്ങനെ സുവനീർസ് ഒക്കെ നമുക്ക് കൊണ്ട് തരിക വരുമ്പോ നാട്ടിൽ വരും. പിന്നെ എണ്ണ മറ്റേ ഫ്രിഡ്ജിൽ വെക്കാനുള്ള എണ്ണ അവൻ പറയും. അല്ലടാ, നമുക്ക് ഇങ്ങനെ വെക്കാൻ ഷോക്കേസ് പറയാൻ പറ്റില്ലേ. അപ്പോൾ ഗൈസ്, വിഘ്നേഷിന്റെ സ്റ്റോക്കുകൾ ഏതാണ്ട് തീർന്നിരിക്കുകയാണ്. അതെ അതെ, തീർന്നില്ല. കഥകളാണ് കുറെ ഉള്ളത്, യൂറോപ്പിന്റെ കഥകൾ. അത് പോഡ്കാസ്റ്റിൽ കേൾക്കാം. യൂറോപ്യൻ പോഡ്കാസ്റ്റ് ഏതാണ്ട് തീർന്നു. വ്ളോഗിന്റെ തീർന്നിട്ടില്ല. ഇനി നമുക്ക് കുക്കിംഗ് കിടപ്പുണ്ട്. ഞാൻ കൊടുത്ത മസാല മറന്നോ? പിന്നെ വിഘ്നേഷിന് മൈസൂർ മസാല ദോശ കഴിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പോയി കഴിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇല്ല, നിന്നെ അങ്ങനെ നമ്മൾ അറിയാൻ പറ്റില്ല. നമ്മുടെ ടീമിൽ ഒരാൾ ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ അത് ഉണ്ടാക്കി കൊടുക്കും. മസാലോശ ഉല്ലാസിന് മസാലോശ ചോദിച്ചായിരുന്നു, അവനും ഉണ്ടാക്കി കൊടുത്തു. അത് ഞാൻ കണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കി തരൂടാ. എന്ത് അപ്പൊ ഇന്നത്തെ ഈ വ്യത്യസ്തമായ പെട്ടി പൊട്ടിക്കൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും വേറെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും കമന്റ്സിൽ രേഖപ്പെടുത്തുക. ഇനി അടുത്ത തവണ വരുമ്പോൾ വേറെ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണോ? ചോക്ലേറ്റ് അല്ലാതെ വേറെ എന്തെങ്കിലും വാങ്ങണോ? അടുത്ത പ്രാവശ്യം ചോക്ലേറ്റ് കൊണ്ടുവരില്ല. എന്തായാലും നിർത്തി. പാതി പേർക്ക് ഡയബറ്റീസ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് വേറെ എന്തെങ്കിലും കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ വേറൊരു വ്യത്യസ്തമായ എപ്പിസോഡുമായിട്ട് അടുത്ത തവണ കാണുമ്പോഴേക്കും ബൈ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞോളാം. വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവൂലേ അവൻ പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. നില്ല് ഞാൻ പറഞ്ഞോളാം. അവൻ വരുന്നു സർപ്രൈസ്.
നീ കഴിച്ചില്ലല്ലേ? എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് മാറ്റി വെച്ചേക്കുവാ, രാത്രി അടിക്കും. കേട്ടപ്പോഴത്തേക്ക് അരുണ് രാത്രി അടിക്കാം. രാത്രി അടിക്കാം. പിന്നെ നീ വായി തന്നാ ഞാൻ പിന്നെ വായി കഴിക്കണ്ടേ? ഈ തരപ്പോഴൊക്കെ ഡ്യൂട്ടി പിടിച്ചില്ലേ? അത് പൊട്ടിക്കടാ, അത് ഇല്ല, പൊട്ടിച്ച് മുട്ടായി കഴിക്ക്. കുടിക്കൂല. നിനക്ക് വേണോ? നീ ഇനി പറഞ്ഞു പിടിപ്പിക്കണ്ട. നിങ്ങൾ ഇതിന്റെ ടെക്നിക്കൽ ഒന്ന് നോക്കൂ. ഇത് ഇത്രയും സാധനം വന്നിട്ട് ഡ്യൂട്ടി അവനെ പിടിച്ചില്ല. എടാ മുട്ടായി ഞാൻ വീട്ടിൽ നീ കറിയാക്കി തന്നെ എടുത്തോ, കുറച്ച് മുളക് പൊടി കേട്ടോ. അരിയും ഇതങ്ങ് പോവാനേ. ഒതന്റിക് ടേസ്റ്റ് കഴിയടാ. എടാ നീ സിഗ്ഗൊന്നും കൊണ്ടുവന്നില്ല. അങ്ങോട്ട് പോയി നോക്കാം. അങ്ങോട്ട് പോയി നോക്കാടാ, വാ. പത്രത്തിന് പരസ്യം കൊടുക്കണോ? വേണ്ട, ഇയാൾ എണീറ്റാ മാത്രം. മൈക്ക് ഇത് കുഴപ്പമില്ല. അത് മധുരം ഇട്ടില്ല, മുമ്പിൽ മധുരം ഇടാനല്ലേ കഴിച്ചത്. നിനക്ക് മധുരം ഇട്ടുകൂടെ? അവിടെ പഞ്ചസാര കിടക്കുകയല്ലേ? ഓ, പഞ്ചസാര വെറുതെ അടിച്ചു കയറ്റണേ. എന്നാ ഈ ഒരു 10 കിലോ വരെ പഞ്ചസാര നമുക്ക് അടിച്ചു കയറ്റി. ഒത്തിരി വേണോടാ? എടാ ഇത്തിരി ഒരു മയത്തിലാക്കണേ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല.